ഹായ് ഓൾ. നമ്മൾ കുറച്ച് കാലമായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2026 ജൂൺ 10 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2026 ജൂൺ 10. ഇത് ITI ലെവലിൽ നടന്ന ഒരു കോമൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇലക്ട്രീഷ്യന്, ഇലക്ട്രിക്കൽ ഹെൽപ്പർ, ലൈൻമാന്, ഈ 3 പോസ്റ്റുകളിലൊക്കെ ആയിട്ട് നടന്ന ഇലക്ട്രീഷ്യന്, ഇലക്ട്രിക്കൽ ഹെൽപ്പർ, ലൈൻമാൻ, ഈ 3 പോസ്റ്റുകളിലൊക്കെ ആയിട്ട് നടന്ന ഒരു കോമൺ ടെസ്റ്റാണ്. മൊത്തം 6 കാറ്റഗറിയിലേക്കായിരുന്നു ആ എക്സാം നടന്നിരുന്നത്. 2025 കോൾ ഔട്ട് ചെയ്തിരിക്കുന്ന 6 ITI ലെവൽ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ, ഇലക്ട്രീഷ്യൻ ട്രേഡിൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ലൈൻമാൻ പോലെയുള്ള പോസ്റ്റുകൾ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നത്. പിന്നെ വരാൻ പോകുന്ന KCB മസ്തൂറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓരോ 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പുതിയ മോഡലുള്ള ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ നോക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാറുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഒരു നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മെറ്റൽ ഒരു നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്. മെറ്റൽ ഇസ് എ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ, കറക്റ്റാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ ഏറ്റവും ലാസ്റ്റ് ഷെല്ലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്. അവിടെയുള്ള ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോണാണ് ഒരു മെറ്റീരിയലിനെ സെമി കണ്ടക്ടറാണോ, കണ്ടക്ടറാണോ, ഇൻസുലേറ്ററാണോ തീരുമാനിക്കുന്നത്. അപ്പോൾ മെറ്റൽ നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ മെറ്റലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ സബ്സ്റ്റേറ്റിലെ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരു ആറ്റത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് നല്ല ഗുഡ് കണ്ടക്ടർ ആവുന്നത്. ഈസിലി നമ്മൾ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രോൺസിൻ്റെ ഈസി ഫ്ലോയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ കണ്ടക്ടർ. കണ്ടക്ടറിൽ കൂടെയുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ പറയുന്ന പേരാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നോർമലി ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവ്സിലേക്കാണ് മൂവ് ചെയ്യുക. ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ കറണ്ട് നമ്മൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ കൺവെൻഷണൽ കറണ്ട്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് ഈ മെറ്റലിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് പറയുന്ന ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ഒരു ആറ്റത്തിൽ നിന്നും മൂവർ ആറ്റത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിന് അയൺസിനെ ക്യാരി ചെയ്യാനുള്ള ചാർജിനെ ക്യാരി ചെയ്യാൻ, അയൺസ് അല്ലെങ്കിൽ ചാർജിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആർക്ക്? മെറ്റൽസിന്. അതാണ് മെറ്റൽസുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ടൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഒരു ആറ്റത്തിലെ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിനകത്ത് 1, 2, 3 ഇതാണ് വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണമെങ്കിൽ അതൊരു കണ്ടക്ടർ ആയിരിക്കും. എക്സാമ്പിൾ കോപ്പർ, അലൂമിനിയം, സിങ്ക്, ടിന്ന്, സിൽവർ. ഓക്കെ, സിൽവറും ഗോൾഡും ആണ് ഏറ്റവും നല്ല കണ്ടക്ടർ എന്ന് പറയുന്നത്. സിൽവർ ഗോൾഡ് സിലിക്കൺ അല്ല കേട്ടോ, സിൽവർ ഗോൾഡാണ് ഏറ്റവും നല്ല കണ്ടക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ വാലൻസ് ഇലക്ട്രോണിൽ 1, 2, 3 ഇങ്ങനെ 3 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സപ്പോസ് ഒരു വാലൻസ് ഷെല്ലിനകത്ത് 4 ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുക. 4 ഇലക്ട്രോൺസ് ഉള്ളതെങ്കിൽ അതിനെ സെമി കണ്ടക്ടർ എന്ന് പറയും. 5, 6, 7 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസ് ഷെല്ലുള്ളതെങ്കിൽ അതൊരു ഇൻസുലേറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് വാലൻസ് ഷെല്ലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടറാണോ, സെമി കണ്ടക്ടറാണോ, ഇൻസുലേറ്ററാണോ എന്ന് പറയുന്നത്. ഓക്കെ, കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, കറക്റ്റാണ്. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ, നമ്മളിവിടെ പറഞ്ഞു. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ, ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. കൺവെൻഷണൽ കറണ്ട് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുക. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുന്ന ആരാണ്? ഇലക്ട്രോൺസ് ആണ്. ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പോസിറ്റ് ആണ്. റൈറ്റ്.
കോപ്പർ ഈസ് മോർ കണ്ടക്റ്റീവ് ദാൻ സിൽവർ. ഞാൻ നേരത്തെ പറഞ്ഞു സിൽവറാണ് കോപ്പറുമാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത്. സിൽവറും ഗോൾഡുമാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ, കോപ്പർ അതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഓൺലി 3 and 4. ഇതിനകത്ത് ഓപ്ഷന് ഓൺലി 1 and 2 ചാൻസ് ഉണ്ട്. ഓൺലി 1 and 2 എന്ന് പറഞ്ഞാൽ അതിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. റൈറ്റ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, if dash electrons per second pass through a conductor having 1 ohm resistance with a potential difference of 1 volt causes 1 ampere. ഇത് ആക്ച്വലി 1 ampere എന്ന് പറയുന്ന ആംപിയറിൻ്റെ ഡെഫിനിഷനാണ്. ഇത് നിമിയിലുള്ള ആംപിയറിൻ്റെ ഡെഫിനിഷനാണ്. അതായത് if 6.24 into 10⁻18 electrons pass through a conductor per second having റെസിസ്റ്റൻസ് 1 ohm വിത്ത് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. ഇത് ആംപിയറിൻ്റെ ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ അങ്ങനെ തന്നെ തന്നു. അതിനകത്ത് ഈ പറയുന്ന വാല്യൂ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആക്കി. 6.24 into 10⁻18 ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഒരു സെക്കൻഡിൽ 1 ohm റെസിസ്റ്റൻസ് ഉള്ള 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള കണ്ടക്ടറിലൂടെ 6.24 into 10⁻18 ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ 1 ampere ആവുക എന്ന് പറയുന്നത്. ദാറ്റ്സ് ഡെഫിനിഷൻ ഓഫ് ആംപിയർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ആറ്റം. കോപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. 29 ആണ് കോപ്പറിൻ്റെ അറ്റോമിക് നമ്പറെങ്കിൽ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2n². നമ്മൾ ആ ബേസ് പ്രകാരം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് മാക്സിമം, എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺ ആണ്, എൻ ഷെല്ലിൽ 2n². ആ രീതിയിലാണ് പോവുക. അപ്പോൾ നമുക്ക് 29 ആണ് വേണ്ടത്. ഇപ്പോൾ എത്രയായി? 2 + 8 10, 10 + 18 28. ഇനി ഒരു ഇലക്ട്രോണിൻ്റെ ബാക്കിയുണ്ട്, അതാണ് വാലൻസ് ഷെൽ ഇലക്ട്രോണുള്ള എൻ. സോ 2, 8, 18, 1 ആണ് കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓപ്ഷൻ ബി. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് ആൻ ഇൻസുലേറ്റർ? 4 മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഇൻസുലേറ്റർ ഏതാണ്, കണ്ടക്ടർ ഏതാണ്, സെമി കണ്ടക്ടർ ഏതാണ്? നേരത്തെ ഞാൻ ഇതിന് 3നും ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. അതിന് എക്സാമ്പിൾ കുറച്ച് കാര്യങ്ങൾ കണ്ടക്ടറിന് പറഞ്ഞതാണ്. ഇനി ഈ 4 മെറ്റീരിയൽ നോക്കാം. യുറേക്ക എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പലതവണ ചോദിച്ച ചോദ്യമാണ്. റെസിസ്റ്റൻസ് എലമെൻ്റാണ്. നമ്മൾ റെസിസ്റ്റീവ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് യുറേക്ക. ഇതൊരു റെസിസ്റ്റീവ് എലമെൻ്റാണ്. നിക്രോം ഒരു കണ്ടക്ടറാണ്. നിക്രോം നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടക്ടറാണ് നിക്രോം എന്ന് പറയുന്നത്. ലെഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂസ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നൊരു കണ്ടക്ടറാണ്. ക്ലിയർ? യുറേക്ക റെസിസ്റ്റീവ് എലമെൻ്റാണ്, നിക്രോം ഹീറ്റിംഗ് എലമെൻ്റാണ്, ലെഡ് ഫ്യൂസ് എലമെൻ്റാണ്. മൈക്ക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസുലേറ്ററാണ്. നമ്മൾ ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററിലൊക്കെ ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസുലേറ്ററാണ് മൈക്ക. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് ആൻ ഇൻസുലേറ്റർ എന്നാണ്. ഓപ്ഷൻ ഡി. ദെൻ അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റീഡിംഗ് ആണ്. നമുക്ക് എത്രത്തോളം കൺസെപ്റ്റ് അറിയാം, അതേപോലെ തന്നെ എത്രത്തോളം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് ഞാൻ പറയുന്നത് ITI ലെവൽ എക്സാമുകൾക്ക് നിമി ടെക്സ്റ്റ് ബുക്കാണ്. NSQL ലെവൽ 4 ലെവൽ 5 ഡിപ്പെൻസ്, ഏതായാലും മതി. ബട്ട് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ നിങ്ങൾ എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം വായിക്കാതിരിക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണിത്. ഇത് നിമിയിലെ സോൾഡറിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഓൺ മോൾട്ടൺ സോൾഡർ ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ് ലെഡ് കണ്ടൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. സെയിം സ്റ്റേറ്റ്മെൻറ്റ്, ഓൺ മോൾട്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ് ടിൻ കണ്ടൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ലെഡ് ആണോ ടിൻ ആണോ? നമ്മൾ ആ ടെക്സ്റ്റ് വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ലെഡ് ആണോ ടിൻ ആണോ എന്നുള്ളത്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടിന്നാണ് റെഡ്യൂസ് ആവുന്നത്. ഈ ടിന്ന് റെഡ്യൂസ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ലിങ് ഫോർമേഷൻ ചെയ്യും. അതായത് ഇത് നമ്മൾ മോൾട്ടൺ സോൾഡറിനകത്ത് മോൾട്ടൺ ചെയ്യുന്ന സമയത്ത് സ്ലിങ് ഫോർമേഷൻ ചെയ്യും. അതേപോലെ തന്നെ ടിന്നിൻ്റെ ഓക്സിഡേഷനും ടിന്നിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്, ലോ ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ടിന്നാണ് റിപ്പീറ്റഡ് മെൽറ്റിങ് കാരണം എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റഡ് മെൽറ്റിങ് കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. ടിന്നിൻ്റെ കണ്ടൻറ്റാണ് റെഡ്യൂസ് ചെയ്യുന്നത്. കാരണം റീസൺ പറഞ്ഞത് ഒന്ന് സ്ലിങ് ഫോർമേഷന്, അതേപോലെ തന്നെ ടിന്നിൻ്റെ ഓക്സിഡേഷന്, അതേപോലെ തന്നെ ടിന്നിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് കുറയുന്നതുകൊണ്ട്. റൈറ്റ്. അടുത്തത്, ഡിപ്പ് സോൾഡറിങ് ഈ യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോമിങ് ടിന്നിങ് വർക്ക്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതും ഡിപ്പ് സോൾഡറിങ്ങിൻ്റെ പാരഗ്രാഫിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത്
ഡിപ്പ് സോൾഡറിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി പ്രൊഡക്ഷനും അല്ലെങ്കിൽ ടിന്നിങ് വർക്കിനും വേണ്ടിയിട്ടാണ്. ആക്ച്വലി എന്താണ് ഡിപ്പ് സോൾഡറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമുക്ക് സോൾഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടിൻ ചെയ്യേണ്ടത് അതിനെ ഒരു മോൾട്ടൻ സോൾഡറിനകത്ത് ബാത്ത് ചെയ്യുക, കുളിപ്പിച്ചെടുക്കുക. അതായത് ആ മോൾട്ടൻ സോൾഡർ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോൾട്ടൻ സോൾഡറിലെടുത്ത് മുക്കിയെടുക്കുക, അതിനെ കുളിപ്പിച്ചെടുക്കുക. അതിനെയാണ് ഡിപ്പ് സോൾഡറിങ് എന്ന് പറയുക. മുക്കുന്നു, എടുക്കുന്നു, ഡിപ്പ് ചെയ്യുന്നു, എടുക്കുന്നു, ഡിപ്പ് സോൾഡറിങ്. അപ്പോൾ ഡിപ്പ് സോൾഡറിങ് നമ്മൾ ക്വാണ്ടിറ്റി പ്രൊഡക്ഷനൊക്കെയാണ് വേണ്ടി യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഡിപ്പ് സോൾഡറിങ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷനൊക്കെ നമ്മൾ ഡിപ്പ് സോൾഡറിങ് ആണ് യൂസ് ചെയ്യുന്നത്. സോൾഡറിങ് ഓഫ് കോപ്പർ കണ്ടക്ടർ ഈസ് മോർ ഡിഫിക്കൽട്ട് ദാൻ അലുമിനിയം കണ്ടക്ടർ. സോൾഡറിങ് ഓഫ് കോപ്പർ കണ്ടക്ടർ ഈസ് ഡിഫിക്കൽട്ട് ദാൻ അലുമിനിയം കണ്ടക്ടർ. അല്ല, നേരെ തിരിച്ചാണ്. അലൂമിനിയം കണ്ടക്ടറിൻ്റെ സോൾഡറിങ് ആണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഓക്സൈഡ്സ് ഫോം ചെയ്യും. അപ്പോൾ അലൂമിനിയം കൊണ്ടുണ്ടാകുന്ന ഓക്സൈഡ്സ് എയറിൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി ഭയങ്കര ഇഷ്യൂ ആണ്. അതുകൊണ്ട് അലൂമിനിയമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ടു സോൾഡർ. അത് സെപ്പറേറ്റ് തന്നെ സോൾഡറിങ് ഒരു ടോപ്പിക് തന്നെ പറഞ്ഞിട്ടുണ്ട്, അലൂമിനിയത്തിൻ്റെ സോൾഡറിങ് മെത്തേഡ്സ്. റൈറ്റ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ലെവൽ അല്ലെങ്കിൽ നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ആ ടെക്സ്റ്റ് എത്രത്തോളം വായിക്കുന്നു എന്നുള്ളതിൻ്റെ ലെവൽ അളക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. റൈറ്റ്. ദെൻ നോർമൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ 1.5 square mm copper cable is 16 amps. Normal rating. Current carrying capacity of the same cable when protected cause excess current protection. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ. കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനും ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷനും. ഇനി കോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.81 ആണ്. ക്ലോസ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1.23 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 1.5 square mm 16 amps ആണ്. അപ്പോൾ കോസ് കറണ്ട് ആണെങ്കിൽ 16 × 0.81. 16 × 0.81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.96 amps ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ്, സപ്പോസ് ഇത് ക്ലോസ് കറണ്ട് ആയിരുന്നെങ്കിൽ 16 × 1.23 ദാറ്റ്സ് ഈക്വൽ ടു 20 amps. ഓപ്ഷൻ ഡി ആയിരുന്നു വരിക. അപ്പോൾ കോസ് ആണോ ക്ലോസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. കാരണം 2 ചെയ്താലുള്ള ആൻസർ അതിൽ കിട്ടും. കാരണം 20 ആംപിയർ നമ്മൾ ഓപ്ഷനിലുണ്ട്. അപ്പോൾ 2 ചെയ്താലും നമ്മൾ ഓപ്ഷനിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ക്ലോസ് ആണോ കോസ് ആണോ എന്ന് വെക്കുക. റൈറ്റ്. വളരെ പെട്ടെന്ന് വായിക്കാതെ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് വായിക്കാം. ആവശ്യത്തിനുള്ള സമയം നമുക്ക് എക്സാമിന് കിട്ടും. ആ ടെൻഷനൊന്നും ആർക്കും വേണ്ട. ദ നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ സിലിക്കൺ ആൻഡ് ജർമേനിയം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ എക്സ്പ്ലനേഷനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനാണ് സിലിക്കൺ ആൻഡ് ജർമേനിയം. സിലിക്കണും ജർമേനിയം എന്ന് പറയുന്നത് രണ്ടും സെമി കണ്ടക്ടേഴ്സാണ്. ഇത് രണ്ടും സെമി കണ്ടക്ടേഴ്സാണ്. ഈ രണ്ടും സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് വാലൻസ് ഇലക്ട്രോണിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 4 ഇലക്ട്രോൺ ആണുള്ളത്. രണ്ടും സെമി കണ്ടക്ടറാണ്. സോ 4 and 4 ഓരോന്നിലും 4 ഇലക്ട്രോൺ ആയിരിക്കും വാലൻസ് ഷെല്ലിനകത്ത് ഉണ്ടാവുക. ദ നെക്സ്റ്റ് വൺ ഫോർ സെമി കണ്ടക്ടർ. വീണ്ടും സെമി കണ്ടക്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ് ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ടേം. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയാം. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, 1 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഏതൊരു ഇൻക്രീസ് ഓർ ഇൻക്രീസ് ആയിക്കോട്ടെ ഡിക്രീസ് ആയിക്കോട്ടെ, 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസിസ്റ്റൻസിൽ എത്ര ചേഞ്ച് വരും, നമ്മുടെ റെസിസ്റ്റൻസിൽ എന്ത് ചേഞ്ച് എത്ര വരും, അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചർ ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് 3 തരത്തിലാണുള്ളത്. ഒന്ന് പോസിറ്റീവ്, 2 നെഗറ്റീവ്, മൂന്നാമത്തത് 0. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുക. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയാലും ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വന്നാലും നമ്മൾ റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യാതിരിക്കുക. എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു നെഗ്ലിജിബിൾ എഫക്റ്റ് ആയിരിക്കുക. വളരെ ലോ എഫക്റ്റ് ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത്. സോ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. റൈറ്റ്. പോസിറ്റീവ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കാണിക്കുന്ന സബ്സ്റ്റൻസുകളാണ് ഒന്ന് മെറ്റൽസ് നോർമലി പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് കാണിക്കുക. നെഗറ്റീവ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് കാണിക്കുന്നത് ഒന്ന് ഇൻസുലേറ്റർ. മെറ്റൽസ് മീൻസ് കണ്ടക്ടറാണ്. നെക്സ്റ്റ് നെഗറ്റീവ് ടെമ്പറേച്ചർ കാണിക്കുകയാണെങ്കിൽ അത് ഇൻസുലേറ്റർ ആയിരിക്കും, അലോയ് ആയിരിക്കും, അതേപോലെ സെമി കണ്ടക്ടർ. ഇൻസുലേറ്റർ, അലോയ്, സെമി കണ്ടക്ടർ, ഈ 3 ആളും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് കാണിക്കുക.
സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നമ്മൾ നോർമലി കാണിക്കുന്നത് യുറേക്ക, ചില അലോയ്കളാണ്. ഞാൻ എല്ലാ അലോയും അവിടെ എടുക്കുന്നില്ല, ചില അലോയ്, യുറേക്ക, മാഗ്നീനിയം. യുറേക്ക നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. ആക്ച്വലി ഇസ് ആൻ അലോയ്, അതൊരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അത് നമ്മുടെ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് കാണിക്കുക, യുറേക്കയും മാഗ്നീനും. സോ ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആർക്ക് പറഞ്ഞത്? സെമി കണ്ടക്ടറിന് പറഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോർ സെമി കണ്ടക്ടർ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പോസിറ്റീവ് ടെമ്പറേച്ചറിൻ്റെ റിവേഴ്സ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഡെഫിനിഷനാണ്. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എയും ബിയും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എയും ബിയും ഒന്ന് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞു വന്നത്. സപ്പോസ് ഇത് മെറ്റലിൻ്റെതായിരുന്നു അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ ആയിരുന്നു ചോദിച്ചതെങ്കിൽ ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ. ക്ലിയർ? അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിക്കണമെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഞാൻ പറയുന്നു. കാരണം ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, two wires of equal length and equal resistance, the ratio of their cross section area is 3:5, the ratio of the specific resistance will be. ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം 3:5 ആണ്. കാരണം സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ബട്ട് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ വെച്ച് നമുക്കിത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നമുക്ക് R is equal to rho L by A എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. റോ എ ബൈ എൽ. ഇതിനകത്ത് നിന്ന് റോ ഇസ് ഈക്വൽ ടു ആർ എൽ ബൈ എ എന്ന് നമുക്ക് തിരിഞ്ഞു പോയി അല്ലേ. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണെങ്കിൽ റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന് വരും. ഇങ്ങനെയാണെങ്കിൽ ടൈപ്പ് ഓഫ് ലെങ്ത് ആൻഡ് ഈക്വൽ റെസിസ്റ്റൻസ്, റേഷ്യോ ഓഫ് ദർ ക്രോസ് സെക്ഷൻ. ലെങ്ത്തും റെസിസ്റ്റൻസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 3:5 ആണ്. സോ റോ ഇസ് ഈക്വൽ ടു റോ 1 ബൈ റോ 2 ഇസ് ഈക്വൽ ടു A1 ബൈ A2. A1 എന്ന് പറയുന്നത് 3 ആണ്, A2 എന്ന് പറയുന്നത് 5 ആണ്. 3:5 റേഷ്യോ എടുക്കുന്നത് 3:5 തന്നെ വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് പ്രൊവൈഡഡ് എബോവ് ദ മെറ്റാലിക് ഷീത്ത് ഓഫ് UG കേബിൾ. എബോവ് ദ മെറ്റാലിക് ഷീത്ത് ഓഫ് UG കേബിൾ. ഞാൻ ഈ ക്വസ്റ്റിന് സ്പേസ് ഇവിടെ ഉണ്ടോയെന്ന് വിചാരിക്കാം. ഓക്കെ, ലിങ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ UG കേബിളാണ്. UG കേബിളിൻ്റെ കൺസ്ട്രക്ഷനിൽ ആദ്യം വരുന്ന ആളാണ് കണ്ടക്ടർ കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ആളാണ് പേപ്പർ ഇൻസുലേഷൻ കഴിഞ്ഞ് വരുന്ന ആളാണ് ലെഡ് ഷീത്ത് കഴിഞ്ഞ് വരുന്ന ആളാണ് ബെഡിങ് കഴിഞ്ഞ് വരുന്ന ആളാണ് ആർമറിങ് കഴിഞ്ഞ് വരുന്ന ആളാണ് സെർവിങ്. ഇത്രയും പാർട്ടാണ്, അല്ലെങ്കിൽ ഇതാണ് ഒരു UG കേബിളിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ആദ്യം വരുന്നത് കണ്ടക്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അത് കഴിഞ്ഞ് വരുന്ന ആളാണ് നമ്മുടെ പേപ്പർ ഇൻസുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ കണ്ടക്ടറിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പേപ്പർ ഇൻസുലേഷൻ. ആ ഇൻസുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര വോൾട്ടേജ് ആണ് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ പേപ്പർ ഇൻസുലേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ ആളാണ് മെറ്റാലിക് ഷീത്ത് അല്ലെങ്കിൽ ലെഡ് ഷീത്ത് എന്ന് പറയുന്നത് നമ്മുടെ കേബിളിൻ്റെ മോയ്സ്ചറിൽ നിന്നും കേബിളിനെ അല്ലെങ്കിൽ ഗ്യാസസിൽ നിന്നും അതല്ലെങ്കിൽ ആസിഡ് ആൽക്കലി പോലെയുള്ള മറ്റ് ലിക്വിഡുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീത്ത് യൂസ് ചെയ്യുന്നത്, ലെഡ് ഷീത്ത് അല്ലെങ്കിൽ മെറ്റാലിക് ഷീത്ത് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാലാമത് വരുന്ന ആളാണ് നമ്മളുടെ ബെഡിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോഷനിൽ നിന്നും അതേപോലെ തന്നെ ആർമറിങ്ങിൽ നിന്നും നമ്മുടെ കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബെഡിങ്ങിൻ്റെ പർപ്പസ്. ബെഡിങ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ജൂട്ട് പോലെയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ബെഡിങ് ഉണ്ടാക്കുന്നത്. റൈറ്റ്. അടുത്ത ആളാണ് ആർമറിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ വയർ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും നമ്മുടെ കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആർമറിങ്. അപ്പോൾ ഇത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആയതുകൊണ്ടാണ് ജൂട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആർമറിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ കൂടെ പറഞ്ഞു, ഫ്രം ആർമറിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ആർമറിങ് ഒരു മെറ്റാലിക് പാർട്ടാണ്. അതിൽ നിന്നുള്ള മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും മെക്കാനിക്കൽ ഹാർഡ്നെസ്സിൽ നിന്നുണ്ടാകുന്ന ഇഞ്ചുറിയും ആര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? നമ്മുടെ ബെഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആർമറിങ്ങിൻ്റെ ഫംഗ്ഷൻ അതിനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർമറിങ്ങിൻ്റെ ഫംഗ്ഷൻ. ലാസ്റ്റ് പൊസിഷനാണ് സെർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ പ്രൊട്ടക്ഷനാണ് ഫ്രം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സെർവിങ് എന്ന് പറയുന്നത്. ഓവറോൾ പ്രൊട്ടക്ഷൻ ഫ്രം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് ജൂട്ട് കൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ UG കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കണ്ടക്ടർ, മെറ്റാലിക് ഷീത്ത്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, ഷീത്ത്, ബെഡിങ്, ആർമറിങ് ആൻഡ് സെർവിങ്. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് വിച്ച് ഈസ് പ്രൊവൈഡഡ് എബോവ് ദ മെറ്റാലിക് ഷീത്ത് കഴിഞ്ഞ് വരുന്ന ആളാരാണ്? ബെഡിങ് ആണ്. ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 10 ക്വസ്റ്റ്യന്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഓരോ 10 ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.